മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയനിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.01746. അതായത് പൈനെ 22/7 ഡിവൈഡ് ബൈ 180 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേഷൻ ആണ്. ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. 0.01746. അപ്പോൾ ഡിഗ്രീനെ നേരിട്ട് റേഡിയനിലേക്ക് മാറ്റാൻ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതായത് ഇപ്പം 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രി ഇൻറ്റു ചെയ്താൽ റേഡിയനിലേക്ക് മാറ്റാം. അതുപോലെ റേഡിയന് ഡിഗ്രിയിലേക്ക് മാറ്റാനാണെങ്കിൽ π/2 ആണെങ്കിൽ നിങ്ങൾക്ക് π/2 ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 57 ഡിഗ്രി 16 മിനിറ്റ് കൊണ്ട് അപ്രോക്സിമേഷൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 1 ഡിഗ്രി നിങ്ങൾക്കറിയാം 60 മിനിറ്റ് ആണ് പഠിപ്പിച്ചു. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ റെഡിയാക്കി. ഇനി നമുക്ക് ഒരു സർക്കിളിൻ്റെ ഒരു സെക്ടർ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ, സെക്ടർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പം സെൻറ്ററിൽ മേക്ക് ചെയ്ത് റേഡിയസ് ആണിത്. ഇത് അതിൽ മേക്ക് ചെയ്യുന്ന ആർക്ക് ലെങ്ത് ആണ്. അപ്പം ഈ ആർക്ക് ലെങ്ത് കാണാൻ അത് മേക്ക് ചെയ്ത സെൻറ്റർ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. തീറ്റ റേഡിയൻ ആണെങ്കിൽ എന്താണ് റേഡിയൻ മെഷറിലാണെങ്കിൽ റേഡിയൻ മെഷറിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീറ്റ എപ്പോഴും റേഡിയൻ മെഷറിലേക്ക് മാറ്റാം. റേഡിയൻ മെഷറിലേക്ക് മാറ്റിയതിന് ശേഷം ആർക്ക് ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? r ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. ആർ തീറ്റ. ആർക്ക് ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത്. ലെങ്ത് ഓഫ് ദ ആർക്കാണ് കാണാൻ പറഞ്ഞു വെച്ചാൽ റേഡിയസ് ഇൻറ്റു സെൻറ്റർ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ആറാണ് റേഡിയസ് ആണ് കാണിച്ച ആർക്ക് ലെങ്തിനെ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തീറ്റ ആംഗിൾ കാണാനാണെങ്കിൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു റെവല്യൂഷൻ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു റെവല്യൂഷൻ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ആ 360നെ വിട്ട് റേഡിയനിലാണ് എഴുതുന്നത് വെച്ചാൽ 360 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 2π ആയിരിക്കണം. അപ്പോൾ റെവല്യൂഷൻ എത്ര റെവല്യൂഷൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2π ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? റെവല്യൂഷൻ 12 റെവല്യൂഷൻസ് കിട്ടിയ അല്ലെങ്കിൽ 5 റെവല്യൂഷൻസ് കിട്ടിയാണ് 5 ഇൻറ്റു 2π ചെയ്താൽ മതി. നിങ്ങളെ ആംഗിൾ മെഷർ കാണും. അപ്പോൾ എന്ത് ചെയ്യാം? 360 എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ആണ്. 360ക്ക് ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റുമ്പോൾ 2π എന്നാണ് കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാം. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ഡിഗ്രി മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാനാണ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്ടറിൽ ആർക്ക് ലെങ്ത് ആണ് കാണാൻ പറഞ്ഞു വെച്ചാൽ ആർ തീറ്റയും, റേഡിയസ് ആണ് കാണാൻ പറഞ്ഞത് ആർക്ക് ലെങ്ത് ബൈ തീറ്റയും, തീറ്റ കാണാനാണെങ്കിൽ ആർക്ക് ലെങ്ത് ബൈ ആറുമായിരിക്കും. അങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ വീൽ മേക്സ് 360 റെവല്യൂഷൻ. അപ്പോൾ വീൽ എത്ര റെവല്യൂഷൻ ഉണ്ടാക്കുന്നത്? 360 റെവല്യൂഷൻ ഇൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റിൽ 360 റെവല്യൂഷൻസ് ഉണ്ട് വീല്. ത്രോ ഹൗ മെനി റേഡിയൻ ഡസ് ഇറ്റ് ടേൺ? എത്ര റേഡിയനിലാണ് ടേൺ ചെയ്യുന്നത്? ഇൻ 1 സെക്കൻഡ് എന്ന് ചോദിച്ചത്. അതായത് ഒരു മിനിറ്റിൽ 360 റെവല്യൂഷനാണ്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്നത് ആദ്യം എഴുതാം. എന്താണ് തന്നത്? എന്താ എഴുതേണ്ട? ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇൻ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ? 1 മിനിറ്റ്. ഇൻ 1 മിനിറ്റ് 1 മിനിറ്റ് വീൽ മേക്സ് എത്ര റെവല്യൂഷനാണ്? മേക്സ് 360 റെവല്യൂഷൻ. 360 റെവല്യൂഷൻ. അതെന്താക്കി മാറ്റണം? ഇൻ 1 സെക്കൻഡ് ആക്കി മാറ്റണം. ഇൻ 1 സെക്കൻഡ് വീൽ മേക്സ്, ഒരു സെക്കൻഡിൽ വീൽ മേക്സ് എത്രയായിരിക്കും? 360. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡ് കാണാൻ എന്ത് ചെയ്യുക? 60 റെവല്യൂഷൻ എഴുതിക്കും. അപ്പൊ എത്ര കിട്ടും? 60 റെവല്യൂഷൻസ് ആണ് വരും. 6 റെവല്യൂഷൻ ഇൻ 1 സെക്കൻഡ്
In 1 second, wheel makes 6 revolutions. പക്ഷെ നമുക്ക് അറിയാം 1 revolution എത്ര ഡിഗ്രിയാണ് തിരിയുന്നത്? 360 ആയി. അപ്പൊ 360 എന്താന്ന് കുറച്ച് മുന്നേ പറഞ്ഞു 2π ആണ്. അപ്പൊ 6 into 1 revolution എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. 1 revolution എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻ. റേഡിയനിലേക്ക് മാറ്റാനാ പറഞ്ഞത്. അപ്പൊ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എത്ര? 12π റേഡിയൻ ആയിരിക്കും. അതായത് ഒരു വീല് മേക്ക് ചെയ്യുന്നത് 1 സെക്കൻഡിൽ എത്ര റേഡിയൻ ആണ് മെഷർ ചെയ്യുന്നത്? 12π റേഡിയൻ ആണ്. ഓക്കെ, ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ തന്ന വരി അതുപോലെ ഇത് 360 റെവല്യൂഷൻ ആണ്. 1 മിനിറ്റ് ആണ്. പക്ഷെ എത്ര മിനിറ്റ് ആണ്? എത്ര സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്? 60 ആണ്. അപ്പൊ 60 സെക്കൻഡ് വീൽ മേക്സ് 360 റെവല്യൂഷൻ. പക്ഷെ നമുക്ക് 60 വേണ്ട, ക്വസ്റ്റ്യനിൽ 1 സെക്കൻഡേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 സെക്കൻഡ് ആയതുകൊണ്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 6 റെവല്യൂഷൻസ് ആണ് കിട്ടുക. പക്ഷെ ഒരു റെവല്യൂഷൻ നമുക്ക് 360 ഡിഗ്രി ആണെന്ന് അറിയാം. ഒരു റൊട്ടേഷൻ തിരിയാൻ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രീനെ നമ്മൾ ഈക്വൽ ടു 2π റേഡിയൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ 360ക്ക് 2π എന്ന് കൊടുക്കും. അപ്പൊ 2π എന്ന് എഴുതി 6 into 2π എത്ര വരും? 12π റേഡിയൻ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കുക. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഡിഗ്രി മെഷർ. ഏതാണ് കാണേണ്ടത്? ഡിഗ്രി മെഷർ ഓഫ് ആംഗിൾ subtended at the center of circle of radius 100 cm. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് 100 cm ആണ്. ബൈ an arc length. ആ ആർക്ക് ലെങ്ത് സബ്സ്റ്റെൻഡ് ചെയ്ത ആർക്ക് ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 22 cm. അതായത് ഒരു സർക്കിളാണ്. സർക്കിളിന്റെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആർക്ക് ലെങ്ത് 22 cm ആണ്. 100 cm. എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഒന്നും കൂടെ നോക്കാം. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ. ഇവിടെയുള്ള ഡിഗ്രി മെഷർ ആണ് കാണേണ്ടത്. ആംഗിളിന്റെ സബ്സ്റ്റെൻഡ് ചെയ്ത് അറ്റ് ദ സെന്ററിൽ ഉണ്ടാക്കിയ, അതായത് തീറ്റയാണ് കാണുന്നത്. ക്വസ്റ്റ്യൻ വായിക്കും. എന്നിട്ട് സർക്കിൾ ഓഫ് റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് 100 cm ആണ്. ആ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആർക്ക് ലെങ്ത് എത്രയാണ്? 22 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്? ആംഗിളാണ്, സെന്റർ ആംഗിളാണ്, ഡിഗ്രിയിലാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആംഗിൾ കാണാൻ ഇക്വേഷൻ അറിയാമല്ലോ. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? L/R ആണ്. അപ്പൊ തന്നെ ഒന്ന് നോക്കാം. റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? 100 cm ആയിട്ട് എടുക്കാം. ആർക്ക് ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 22 ആണ്. പൈക്ക് ഏത് വാല്യൂ കൊടുക്കണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 22π കൊടുക്കുന്നു. അപ്പൊ ലെങ്ത്തിന്റെ സ്ഥാനത്ത് എത്രയാണ്? 100 ആണ്. ബൈ റേഡിയസ് എത്രയാണ്? റേഡിയസ് ആർക്ക് ലെങ്ത് 22, റേഡിയസ് എത്രയാണ്? 100 cm ആണ്. ഇങ്ങനെ കെട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ വരും. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിഗ്രീനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രി മെഷറിലാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇത് റേഡിയനിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞു സെൻട്രൽ ആംഗിൾ റേഡിയലിലാണ് കിട്ടുക. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത ഡെസിമൽ റേഡിയലിലാണ് കിട്ടുക. അതുകൊണ്ട് അത് അങ്ങനത്തെ വെച്ചു. 0.22 ആണ് വരിക. ഡിവൈഡ് ചെയ്യാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് 0.22 ഇൻറ്റു ഡിഗ്രിയിലേക്ക് മാറ്റാം. 180/π ചെയ്യും. 180/π ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഡെസിമൽ വാല്യൂ വെച്ച് ചെയ്യും. 22/100. 180/π വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 22/7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 22/ന്റെ റെസിപ്രോക്കൽ എടുക്കുക. എന്ത് വരും? 22/100 ഇൻറ്റു 180/. അതിന്റെ റെസിപ്രോക്കൽ 7/22. അപ്പൊ നിങ്ങൾ 22 ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ക്യാൻസൽ ചെയ്യാൻ 0 ക്യാൻസൽ ചെയ്യും. പിന്നെ വേണമെങ്കിൽ 2 കൊണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പൊ എത്ര വരും? 9 വരും. 9/5. 9 sevens are 63/5. ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 63നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 ബാലൻസ് 3. 30ല് 2 5 എത്രയാണ്? 2 ആണ്. അപ്പൊ എത്രയാണ്? 10 ബാലൻസ് 3. അപ്പൊ 12 ഡിഗ്രി 3/5 ഡിഗ്രിയാണ്. ഡിഗ്രീനെ കൺവേർട്ട് ചെയ്യാം ഇൻറ്റു 60.
അപ്പോൾ 12 ഡിഗ്രി 5 12 ആണ്. 12 × 3 എത്ര വരും? 36 മിനിറ്റ് ആണ് വരും. അല്ലെങ്കിൽ നേരെ 63/5 കാൽക്കുലേറ്റർ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 12 ഡിഗ്രി 36 മിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക? ഇവിടെ എന്താണ് റേഡിയസ് 100ഉം ആർക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയലിലാണ് ആൻസർ വരിക. റേഡിയലെല്ലാം നമുക്ക് കിട്ടേണ്ടത് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഡിഗ്രി മെഷറാണ്. അപ്പോൾ ഡിഗ്രി മെഷറിലേക്ക് മാറ്റാൻ 180/π ചെയ്യുക. പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 22/7 തന്നെ വെച്ച് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആവൂലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തന്നൊക്കെ എടുത്തെടുക്കുക. റേഡിയസ് എത്രയാണ് തന്നെന്ന് നോക്കുക, ആർക്ക് ലെങ്ത് എത്രയാണെന്ന് എടുക്കുക, ഇക്വേഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് റേഡിയലിൽ പോരാ, ഡിഗ്രിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ആ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെന്റിമീറ്റർ. സർക്കിളുടെ ഡയമീറ്റർ എത്രയെന്ന് പറഞ്ഞിട്ട് 40 ആണ്. ദ ലെങ്ത് ഓഫ് ദ കോഡ് 20 സെന്റിമീറ്റർ ആണ്. കോഡിന്റെ ലെങ്ത് എത്രയാന്ന് പറഞ്ഞിട്ട് 20 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. കോഡിന്റെ മൈനർ ആർക്ക്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളാണ്. സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണുണ്ട്? 40 തന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 40/2 20. അങ്ങനെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ റേഡിയസ് കോഡ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 20 ആണ് തന്നിട്ടുണ്ട്. കോഡിന്റെ ലെങ്ത് ഓഫ് കോഡ്, ലെങ്ത് ഓഫ് എ കോഡ് എത്രയാണ്? 20 ആണ്. അപ്പൊ റേഡിയസും 20 ആണ്, ഇതും കോഡും 20 ആണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ആർക്ക് ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക. അപ്പൊ 20 ആണെങ്കിൽ ഡിഗ്രി എന്തായിരിക്കും? ഇക്വലാറ്റർ ട്രയാങ്കിളായി മാറും. അപ്പൊ ഡിഗ്രി എന്തായി മാറും? തീറ്റ 60 ഡിഗ്രി. അതായത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ഫോം ചെയ്തപ്പോൾ ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ആംഗിൾ സെൻട്രൽ ആംഗിൾ അപ്പൊ എത്രയും മാറും? 60 60 60 ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വന്നു? 60 ഡിഗ്രി ആയി. അപ്പൊ 60 ആയി. 60 ഡിഗ്രി ആണ്. പക്ഷെ നമുക്ക് റേഡിയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എന്താണ് റേഡിയലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ? π/3 വരും. കാരണം 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 അല്ലെങ്കിൽ π/180 കൊണ്ട് ചെയ്യുക. എന്നിട്ട് π/3 എഴുതും. റേഡിയലിൽ കിട്ടും. ഡിഗ്രി ആംഗിൾ എപ്പോഴും റേഡിയലിലും റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് ലെങ്ത് കാണാം. ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്താ? ആർ തീറ്റ. എന്താണ് ഇക്വേഷൻ? ആർ തീറ്റയാണ്. ഇവിടെ റേഡിയസ് 20 ആണ്. ആർക്ക് ലെങ്ത് എത്രയാണ്? സെന്റർ ഓഫ് ആംഗിൾ എത്രയാണ്? π/3 ആണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആർക്ക് ലെങ്ത് പൈയുടെ വാല്യൂ കൊടുക്കാം. പൈയുടെ വാല്യൂ എത്ര വരിക? 22/7 കൊടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 20π/3 സെന്റിമീറ്റർ. ഇത്ര മതി. അപ്പൊ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒരു കോഡിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് 20 ആണ്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് സെന്റർ ആംഗിൾ തീറ്റ എത്രയാണ് എഴുതാൻ. ഇവിടെ തീറ്റ എഴുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വലായ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ തീറ്റ 60 ഡിഗ്രി. അതായത് നമ്മൾ +1 റേഡിയലിലാണ് പറയേണ്ടത്. π/3. ഇപ്പൊ π/3 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? റേഡിയസ് ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. അത് പൈയിൽ തന്നെ എഴുതിയാലും മതി. ഇത് മൈനർ ആർക്കാണ്. കാരണം 60 ഡിഗ്രി അല്ലേ മൈനർ ആർക്ക്. ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കും? മേജർ ആർക്കാണ്. ക്വസ്റ്റ്യനിൽ മേജർ ആർക്കാണ് കാണുന്നത് പറഞ്ഞാൽ 2π മൈനസ്. ഇത് മൈനർ ആർക്കായതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചതാണ്ട് എഴുതിയാൽ മതി. ഇത്രയാണ് 20π/3 എഴുതാം. മേജർ ആർക്കാണ് ഇത് കാണണമെങ്കിൽ ടോട്ടൽ 2π ആണ്. അപ്പൊ 2π ഈ ലെങ്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മേജർ ആർക്കിന്റെ ലെങ്ത് കിട്ടും. ഇവിടെ മൈനർ ആർക്കാണ് ചോദിച്ചത്. അപ്പൊ മൈനർ ആർക്കിന്റെ ലെങ്ത് എത്രയാണ്? 20π/3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചെടുക്കുക. ഇനി 4th ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. 4th ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഇൻ 2 സർക്കിൾസ്, എന്താണ്? 2 സർക്കിൾസ് ആണ്. ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത്, ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത്, subtended angles 60 degree and 75 degree.
ഒന്നിന് 60 ഡിഗ്രിയിൽ സബ്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് 75 ഡിഗ്രിയിൽ സബ്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ റേഡിയൈ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ദ റേഡിയൈ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ. രണ്ട് സർക്കിളിന്റെ റേഡിയസിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അതായത് ആരങ്ങൾ തമ്മിലുള്ള, അതായത് എന്താണ് സർക്കിളിന്റെ ആരം എത്രയാണോ അത്, റേഡിയസ് എത്രയാണോ അതേ മറ്റേ ട്രയാങ്കിളിന്റെ ആരം അതായത് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് കണ്ടുപിടിക്കും. നമുക്ക് രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ആർക്ക് ലെങ്ത് സെയിം ആയിട്ട് മേക്ക് ചെയ്യുന്ന റേഡിയസ് വ്യത്യാസം. അപ്പൊ നമുക്ക് സർക്കിൾ ഒന്ന് വലുതോ ഒന്ന് ചെറുതായിട്ട് എടുക്കാം. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 60 ഡിഗ്രിയും 75 ഡിഗ്രിയുമാണ്. പക്ഷെ ആർക്ക് ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെയും ലെങ്ത് എത്രയാണ്? സെയിം ആണ്. ചെറിയതിലും വലുതിലും ആർക്ക് ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? സെയിം ആണ്. ഇതിന്റെ ആർക്ക് ലെങ്ത്തും ഇവിടെ ഉണ്ടാക്കുന്ന ആർക്ക് ലെങ്ത്തും സെയിം ആണ്. പക്ഷെ റേഡിയസ് വ്യത്യാസമാണ്. അപ്പൊ ഫസ്റ്റത്തെ റേഡിയസ് R1ഉം സെക്കൻഡിന്റെ R2. അപ്പൊ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ആംഗിൾ θ1 തന്നിട്ടുണ്ട് 60. അപ്പൊ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യണം? ഡിഗ്രിയിലല്ല വേണ്ട, റേഡിയലാണ്. റേഡിയയിലേക്ക് മാറ്റാൻ 60നെ π/3 കണ്ട് എഴുതാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം 180/π/180 റേഡിയയിലേക്കല്ലേ. അപ്പൊ ക്യാൻസൽ ചെയ്താൽ കിട്ടും π/3 എഴുതി. അതേമാതിരി സെക്കൻഡിന്റെ റേഡിയസ് 75 ഡിഗ്രിയാണ്. അപ്പൊ 75ന്റെ π/180 ചെയ്യാം. അപ്പൊ അതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5π/12 ആണ് കിട്ടുക. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് എത്രയുടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? 5 ആണെങ്കിൽ 15 ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. 5 1 ഇവിടെ 2 25 5 ഇവിടെ 5 എത്ര ആഴ്ചയാണ്? 3 5 15 6 രണ്ടിലും വീണ്ടും 3 ക്യാൻസൽ ചെയ്യും. 5 12 അങ്ങനെയാണ് 5π/12 കിട്ടും. രണ്ടിന്റെ റേഡിയസ് കിട്ടും, ആംഗിൾ കിട്ടും. ആർക്ക് ലെങ്ത് സെയിം ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആർക്ക് ലെങ്ത് L1ഉം L2 ഒക്കെ എന്താണ്? രണ്ടിന്റെ ലെങ്ത് L1 ആണ്. എല്ലാം റേഡിയസ് R1ഉം R2 ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് റേഡിയസിന്റെ റേഷ്യോ. അപ്പൊ റേഡിയസ് കാണാൻ ഇക്വേഷൻ എന്താണ്? L/θ1 L/θ2 രണ്ട് റേഡിയസ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ബൈന്ന് എഴുതാം. പക്ഷെ നമുക്ക് നേരത്തെ തന്നെ എഴുതലല്ലേ, ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1/θ1 1/θ2 ആണ്. അപ്പൊ 1/θ1 ഡിവൈഡഡ് ബൈ θ2. അപ്പൊ ഇൻറ്റു θ2 വരും. അപ്പൊ θ2നെ θ1 എന്നോട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യത്തെ മായി തന്നെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബൈന്ന് എഴുതുക. ബൈന്ന് എഴുതിയിട്ട് എല്ലാം വിട്ടുക. എല്ലാം ഇട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ. ഇത് ശ്രദ്ധിച്ചു വെക്കുക. ഇത് ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. റേഷ്യോയില് കോമൺ ആയത് ക്യാൻസൽ ചെയ്ത് പോയി. 1/θ1 1/θ2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ θ2/1. ഈ θ2ന്റെ വാല്യൂ എത്രയാണ്? 5π/12ഉം ഡിവൈഡഡ് ബൈ എത്രയാണ്? π/3. അപ്പൊ ഇതിൽ അതേമാതിരി നമുക്ക് റെസിപ്രോക്കൽ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. അതാണ് നല്ലത്. ചിലർ ക്യാൻസൽ ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ π/3ന്റെ റെസിപ്രോക്കലാണ് 3/5. അപ്പൊ ക്യാൻസൽ ചെയ്ത് പറഞ്ഞോളൂ. π ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു. അപ്പൊ 5/4 ആണ്. 5/4. അപ്പൊ റേഡിയസിന്റെ റേഷ്യോ R1:R2 5:4 ആയിരിക്കും. 5:4 ആയിരിക്കും. അപ്പൊ എന്താ ചെയ്തിട്ടുള്ളൂ? ആകെ നമുക്ക് ചെയ്യാനുള്ളത് എന്തായിരുന്നു? ലെങ്ത്തുകളുടെ ഈക്വൽ ആണ്. റേഡിയസ് 60 കണ്ട അപ്പൊ തന്നെ π/3 എഴുതാനുള്ളൂ. 75 ഡിഗ്രീനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 5π/12 ആണ്. ഇനി റേഡിയസിന്റെ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻസ് എഴുതുക. ഇവിടെ തന്നെ ബൈന്ന് എഴുതിയിട്ട് റെസിപ്രോക്കൽ എടുത്ത് ക്യാൻസൽ ചെയ്യാം. ഞാനിങ്ങനെ കോമൺ ആയ എല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി റേഷ്യോയുടെ അർത്ഥം ഡിവൈഡ് എന്നാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ θ2/θ1 θ2 കൊടുക്കുക, θ1 പൈ ക്യാൻസൽ ചെയ്ത് പോവും.
എല്ലാ റെസിപ്രോക്കൽ y ബൈ ക്യാൻസൽ ചെയ്യും. 3 12 4 അപ്പോൾ എന്ത് കിട്ടും? 5/4 കിട്ടും. അതായത് ആ റേഷ്യോ 5:4 ആയിരിക്കും വരിക. റേഡിയസിന്റെ റേഷ്യോ എന്താ വരിക? 5:4. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. ഫൈൻഡ് ദ ആംഗിൾസ് ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം സിൻസ് if its length is 75 centimeter. പെൻഡുലത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 75 centimeter. And the tip describe an arc length. അപ്പോൾ ആ പെൻഡുലത്തിന്റെ ടിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരു ആർക്ക് ലെങ്ത്. അപ്പോൾ നിങ്ങൾക്കറിയാം പെൻഡുലം ഒരു ക്ലോക്കിലുണ്ട്, പെൻഡുലം ഇങ്ങനെ ഉണ്ടാവും, ആ പെൻഡുലം ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാ? 75 ആണ്. 75 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള പെൻഡുലമാണ് ഇങ്ങനെ എന്ത് ചെയ്യുക? ആടിക്കളിക്കുന്നത്. 75 സെന്റിമീറ്റർ ആണ്. ടിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആർക്ക് ലെങ്ത്തുകൾ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 10 സെന്റിമീറ്റർ ആണ്. ഈ ആർക്ക് ലെങ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത ആംഗിൾ ഏതിലാണ് കണ്ടത്? റേഡിയലിലാണ്. അപ്പൊ റേഡിയലിൽ കിട്ടുക. അപ്പൊ നമുക്ക് തീറ്റ കാണാം. തീറ്റ കാണാൻ ഇക്വേഷൻ എന്താ? L/R. L ഇവിടെ 10 ആണ്, R ഇവിടെ 75. പെൻഡുലത്തിന്റെ ലെങ്ത്, പെൻഡുലാണ് ഇങ്ങനെ സ്വിങ് ചെയ്യും, അപ്പൊ അതായത് ആടിക്കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മേക്ക് ചെയ്യുന്ന ആർക്ക് ലെങ്ത് 10 ആണ്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡിഗ്രിയിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് എഴുതാം. ഇവിടെ നമുക്ക് ഡിഗ്രിയിലല്ല, നേരിട്ട് തന്നെ കിട്ടും, റേഡിയൽ തന്നെ കിട്ടും. അപ്പൊ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 5 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 2. ഇതിൽ 5 1 15 2/50. അതാണ് ഫസ്റ്റ്. എത്രയാണ് ഫസ്റ്റത്തെ? എത്രയാണ്? ആർക്ക് ലെങ്ത് 10 ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സെക്കൻഡില് ആർക്ക് ലെങ്ത് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 15 ആണ്. അപ്പൊ 15 ആണെങ്കിൽ ഇതേമാതിരി തീറ്റ കാണാൻ എന്ത് ചെയ്യും? L/R ആണ്. L ഇവിടെ എത്രയാണ്? 15/75. ക്യാൻസൽ ചെയ്യുമ്പോൾ 15 എത്ര പ്രാവശ്യം ഉണ്ടാവും? 1. ഇവിടെ 15 എത്ര പ്രാവശ്യമാണ്? 5 ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് 1/5. തേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 21 സെന്റിമീറ്റർ. ആർക്ക് ലെങ്ത് എത്രയാണ്? 21 സെന്റിമീറ്റർ. അപ്പോൾ തീറ്റ കാണാൻ ഇക്വേഷൻ എന്താ? L/R ആണ്. L 21 ആണ്, 75. ക്യാൻസൽ ചെയ്യാവുന്ന നമ്പർ രണ്ടിലും 3 ക്യാൻസൽ ചെയ്യാം. 7 ആണ്. ഇതിൽ 3 എത്രയാണ്? 2 ആണ്. ബാക്കി 50ൽ 3 5 ടൈംസ്. അപ്പം എത്ര വരും? 7/25 സെന്റിമീറ്റർ. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഏത് കണ്ടുപിടിക്കുക? കിട്ടുന്നത് ഇതിൽ ഈ ആർക്കും ഇതൊക്കെ വെച്ച് തരുമ്പോൾ എപ്പോഴും ആംഗിൾ എന്തിലാണ് കിട്ടുക? നമുക്ക് ആൻസർ റേഡിയലിലായിരിക്കും കിട്ടും. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് റെഡിയാക്കുക. അപ്പം ട്രിഗ്നോമെട്രി വളരെ സിമ്പിളായി മാറും. അതായത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വളരെ സിമ്പിളായി മാറും.